ാലും നമുക്ക് ശുദ്ധമായ ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ രോഗത്തിൻ്റെ ആധിക്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ആധിക്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഈ സാഹചര്യത്തിൽ ശുദ്ധമായ ഒരു ഔഷധ രൂപത്തിലുള്ള ഭക്ഷണം എന്ന് വേണം പറയാൻ, അത് നമ്മളിലേക്ക് എത്തിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സിസ്റ്റങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും ഏറ്റവും ഉത്തമമായത് ചികിത്സാ രീതി എന്ന് പറയുന്നത് പ്രകൃതി ചികിത്സയാണ്. പിന്നെ ആയുർവേദം, സിദ്ധവൈദ്യം, യുനാനി, പിന്നെ ഒടുവിലാണ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും അനുയോജ്യമായത് പ്രകൃതി ചികിത്സ എന്ന് പറയാൻ കാരണം, ഇന്ന് പ്രകൃതി നിയമത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിവർഗം മനുഷ്യന് മാത്രമേ ഉള്ളൂ. മറ്റ് സർവ്വ ജീവജാലങ്ങളും പ്രകൃതി നിയമത്തിന് വിധേയമായി ജീവിക്കുന്നതാണ്. ഈ പ്രകൃതി നിയമത്തിന് വിധേയമല്ലാതെ ജീവിക്കുന്ന മനുഷ്യരാണെന്ന് രോഗങ്ങളാൽ അധികം ദുരിതപ്പെടുന്നത്. അതിൻ്റെ കാരണം അവർ പ്രധാനമായിട്ട് ഭക്ഷണശൈലി തന്നെയാണ്. ഇപ്പോൾ ഒരു കടുവ ഒരു മാനിനെ പിടിച്ച് തൊലി ഒരിഞ്ഞ് വരഞ്ഞ് മസാല വരട്ടി എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചല്ല കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ രീതിയിലാണ് കഴിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് കിട്ടാൻ നമ്മളത് കഴിക്കില്ല, രുചിയില്ല. നമ്മൾ രുചി ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. അപ്പം മാംസം കഴിക്കുന്നത് രുചി ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം ശരീരത്തിന് അഹിതമായ ഭക്ഷണമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ ശരീരത്തിന് അഹിതമായ ഭക്ഷണം സ്വീകരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആശുപത്രികൾ, ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ, മെഡിക്കൽ കോളേജുകളൊക്കെ ആവശ്യമായിട്ട് വരുന്നു. ഈ മനുഷ്യനൊഴിച്ച് ബാക്കി ഈ കിടക്കുന്ന മൃഗങ്ങൾ, വന്യമൃഗങ്ങളായ പക്ഷികളായാലും ഇവരെത്ര മെഡിക്കൽ കോളേജ് വെച്ചിട്ടുണ്ട്, എത്ര ആശുപത്രികൾ, എത്ര സ്പെഷ്യലിസ്റ്റുകളെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ആയുർവേദത്തിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആയുർവേദം എന്ന് പറയുന്നത് ആയുസ്സോവേദമാണ്. ആയുസ്സിനെ സംരക്ഷിക്കുന്ന ആ ഒരു ശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത്. അപ്പം ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിച്ചറിയണം. ആയുസ് എന്ന് പറയുന്നത് ഏത് ചരാചരങ്ങൾ, അതായത് ഒരു ജീവനുള്ളതായാലും അല്ലാത്തതായാലും ഒരു വസ്തു ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് നിശ്ചിത കാലം ആ ഫോമിൽ തുടരുന്ന ഒരു കാലാവധിക്കാണ് ആയുസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാലം എന്ന് പറയുക. ഇത്ര കാലം, ആ കാലത്തിനെ പറഞ്ഞാണ് നമ്മൾ കാലനാക്കിയത്. അല്ലാതെ ഈ കൊമ്പും പാലും അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തല്ല, ഈ കാലം, ആ ആയുസ്. അപ്പം ആയുസ്സിനെ സംരക്ഷിക്കുന്ന ഒരു ഇതാണ് ആയുർവേദം. ഈ ആയുർവേദം എന്ന് വെച്ചാൽ നമ്മൾ ലാബിൽ കണ്ടെത്തിയതല്ല, ഈശ്വരൻ നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലൂടെ ഇൻഡ്യൂഷൻ വഴി, ഉൾവിളി വഴി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ശാസ്ത്രമാണ്. അപ്പോൾ ഇതിനൊരിക്കലും തിരുത്തലില്ല. മോഡേൺ മെഡിസിൻ പോലെ ഒരിക്കലും തിരുത്തലില്ല. മോഡേൺ മെഡിസിനെ സംബന്ധിച്ച് ഇന്നുള്ള മരുന്ന് നാളെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഭക്ഷണ വൈകല്യം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കാലങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ദോഷങ്ങളെ അവിടെ നിന്ന് എടുത്തു കളയുക. അവിടെ നിന്ന് എടുത്തു കളഞ്ഞ് ശരീരം ശുദ്ധമാക്കി ഓരോ ശരീരത്തിന് ഹിതമായത് സ്വീകരിക്കുക, അഹിതമായത് ഒഴിവാക്കുക. അങ്ങനെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഈ ആയുഷ്കാലം നമ്മൾ വൈഷമ്യങ്ങളില്ലാതെ മുന്നോട്ട് ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈശ്വരൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ മാക്സിമം സ്വയം തിരിച്ചറിയുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് അവർക്കും കൂടി ഫലവത്താക്കുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് ഇത്തരം ഒരു ഉദ്ഘാടന ചടങ്ങിന് എനിക്ക് അവസരം തന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഏവരുടെയും അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ